വെൽക്കം ബാക്ക് ടു ഷീനൂസ് ചാനൽ. ഞാൻ ഇന്ന് അരിയൊന്നും അരക്കാതെ നല്ല അടിപൊളി മുരിഞ്ഞ ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 2.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഫുള്ളായിട്ട് തന്നെ ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ. പകരം നിങ്ങൾക്ക് അവൽ ഉപയോഗിക്കാം. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ. തൈര് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മാവിനൊരു ചെറിയൊരു പുളി രുചിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ തൈര് ചേർത്ത് കൊടുക്കുന്നത്. കൂടാതെ അതിലോട്ട് ഞാൻ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി അതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആട്ടപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് മാവ് എടുക്കാം. ഞാനിപ്പോൾ ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അതും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് നേരം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നൊന്നുമില്ല, നമുക്ക് അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിതിലോട്ട് കുറച്ച് ചട്നി തയ്യാറാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കണത്. അപ്പോൾ ഇനി നമുക്ക് ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കണം കേട്ടോ. ഞാനത് പീസാക്കിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു 15 ചുവന്നുള്ളി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. 4-5 അല്ലി വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചി, ഒരു 6 ഉണക്കമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല ജീരകം ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ച് കൊടുക്കുക. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് മുളകും പൊടി പാകത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പം അത്യാവശ്യം എരിവുണ്ട് കേട്ടോ, ഒരു 6 ഉണക്കമുളക് ചേർത്ത് കൊടുത്തപ്പോൾ. ഇനി ഇത് നമുക്കൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് കടുക് പൊട്ടിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് വേപ്പിലയും ചേർത്തിട്ട് നമ്മൾ അരച്ച് വെച്ച തക്കാളിയുടെ ആ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ്. അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു റോസ് സ്മെല്ലൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് മാറി വന്ന ശേഷം അതിലോട്ട് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കുക കേട്ടോ. നിർബന്ധമല്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നാൽ സ്റ്റൗ ഓഫ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ അടിപൊളി ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ചട്നി ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നല്ല അടിപൊളി ചട്നിയാണ്. അപ്പോൾ ട്രൈ ആക്കി നോക്കുക കേട്ടോ. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് നമ്മൾ സാധാരണ ദോശ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ഓരോ തവയും മാവ് ഒഴിച്ചിട്ട് നെയ്യൊക്കെ പുരട്ടിയിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി ദോശയും ചട്നിയാണ്. ട്രൈ ആക്കി നോക്കാൻ ആരും മടിക്കരുത് കേട്ടോ. പിന്നെ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. നല്ല മുരുമുരാന്നിരിക്കുന്ന ദോശയാണ് കേട്ടോ അപ്പോൾ ചുട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക കേട്ടോ. അപ്പം നല്ല ടേസ്റ്റിയായ ദോശയും ചട്നിയാണ്. നമുക്ക് തലേദിവസം അരി വെള്ളത്തിലിടാതെ വളരെ എളുപ്പത്തിൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് കേട്ടത്. ചട്നിയും അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുമ്പോഴേക്കും താങ്ക്